Hello students, hope you are all fine. So in the previous lectures, I hope you understood the main statements or the main parts of our C++ program. That is, we had discussed about the main function, okay, and the return associated with that. So statement return we are now familiar with. So in the present lecture, we will be discussing more about preprocessor directives and the objects associated with that. Okay. Okay, students, I hope that now you are familiar with this particular program, right? So we are discussing about int main function, then return 0 statements in the previous lectures. Now we'll see we can see two additional statements, right? One is hash include iostream.h and the other one inside the main braces or inside the main part of the main body of the program. You can see one more statement, cout, then another operator, then C++ is better than C. Okay, so we'll see what all these things are. ഈ ഒരു പ്രോഗ്രാമില് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി സംഭവിക്കുന്നത് C++ is better than C എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കമ്പ്യൂട്ടർ മോണിറ്ററിൽ പ്രോഗ്രാം റൺ ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടർ മോണിറ്ററിൽ C++ is better than C എന്ന് എഴുതി കാണിക്കും. ഓക്കെ, അതാണ് ഞാൻ റൈറ്റ് സൈഡിൽ ഒരു 2 ലൈൻ ഇട്ടിട്ട് ദിസ് വിൽ ബി പ്രിന്റഡ് ഓൺ എ സ്ക്രീൻ എന്ന് പറയുന്നത്. അത് കമന്റ് ആണ്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞോളാം. അപ്പൊ തൽക്കാലം ഇത് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. അതായത് നമ്മൾ ഇങ്ങനെ 2 സ്ലാഷ് സൈൻ കൊടുത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ അത് പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് അത് കൺസിഡർ ചെയ്യത്തില്ല. അത് നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു കമന്റ് പോലെ മനസ്സിലാവുള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് അടുത്ത സെഷനിൽ പറയാം. Okay, now you see the statement cout, C++ is better than C. Okay, ഇവിടെ രണ്ട് പുതിയ ഫീച്ചേഴ്സ് you can see. One is cout and the other one is this operator. Okay, അതായത് ഒന്ന് cout പിന്നെ ഈ ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്ററിനെ വിളിക്കുന്ന പേരാണ് ഇൻസർഷൻ ഓപ്പറേറ്റർ. ഓക്കെ, അതുപോലെ ഇത് കൗട്ട്, നമ്മളതിനെ COUT എന്ന് പറയും. അതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് cout എന്നാണ്. ഓക്കെ, ശരിക്കും ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ cout എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്ട്, ഇതിനെ നമുക്ക് ശരിക്കും ഒരു ഒബ്ജക്റ്റ് ആയിട്ട് പറയാം. ഈ ഒബ്ജക്റ്റിന്റെ റൈറ്റ് സൈഡിൽ വരുന്നത് എന്താണോ അതൊരു, ഇവിടെ ഞാനൊരു സ്ട്രിങ് ആണ് അല്ലെ, ശരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ എഴുതി അതിനെ നമ്മൾ സ്ട്രിങ് എന്നാണ് വിളിക്കുന്നത്. ഈ സ്ട്രിങ്ങിനെ റൈറ്റ് സൈഡിൽ കാണുന്ന എന്താണോ, ഇവിടെ അത് സ്ട്രിങ് ആണ്, ചിലപ്പോൾ അത് നമ്പേഴ്സ് ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആകാം. അപ്പൊ ഈ അല്ലെങ്കിൽ സാധാരണ വേരിയബിൾസ് ആകാം. അപ്പൊ എന്താണെങ്കിലും ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു കാര്യത്തെ നമ്മുടെ മോണിറ്ററിലേക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ശരിക്കും ഈ cout എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, മനസ്സിലായോ? റൈറ്റ് സൈഡിൽ കാണുന്ന C++ is better than C എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ആ കണ്ടന്റ് നമ്മുടെ മോണിറ്റർ സ്ക്രീനിൽ, കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ കാണിക്കാണ് ശരിക്കും പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ശരിക്കും ഇപ്പം സംഭവിക്കുന്നത് എങ്ങനെയാണ്, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന എന്താണോ ഇത് coutലേക്ക് ഇൻസേർട്ടഡ് ആവുക. ശരിക്കും പറഞ്ഞ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു cout എന്ന് പറയുന്നത് അതിന് ഫെമിലിയർ ആയിരിക്കണം. അപ്പം cout എന്ന് പറഞ്ഞാൽ ഇത് സ്ക്രീനിൽ കാണിക്കാനുള്ള ഒരു സ്ക്രീനില് റിസൾട്ട് എന്താണോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ എന്താണോ അത് കാണിക്കാനുള്ള ഒരു മെസ്സേജ് ആണ് ആക്ച്വലി cout എന്ന് പറയുന്നത്. അപ്പൊ cout എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഈ കമ്പൈലറിന് നേരത്തെ അറിയാമെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ അല്ലെ. അപ്പൊ അത് അറിയാവുന്നിരിക്കുക, അത് അറിയാനായിട്ട് ഇവിടെ വേറൊരാളും കൂടെ ഉണ്ട് ഇത് cout മനസ്സിലാക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ ഇത് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ഞാൻ പറയുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സാധനത്തിനെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഓപ്പറേറ്ററിനെ നമ്മൾ ഇൻസർഷൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നു. എന്നിട്ട് ഈ cout എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് ഇതിനെ കമ്പ്യൂട്ടർ മോണിറ്ററിലേക്ക് ഔട്ട്പുട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്. ഇനി അങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ cout ശരിക്കും എന്താണെന്ന് ഈ കമ്പൈലർ റൺ ചെയ്യുമ്പോൾ കമ്പൈലറിന് മനസ്സിലാവണം അല്ലെ. cout എന്നൊരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ആണ്. cout എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ കാണുന്ന കണ്ടന്റ് എന്താണോ അത് മോണിറ്ററിലേക്ക് പ്രിന്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുകയാണ്, മോണിറ്ററിന്റെ സ്ക്രീനിൽ കാണിക്കാൻ നമ്മളെ സഹായിക്കുകയാണ്. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്
compiler should know some other things too. അതാണ് ഈ iostream.h എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയൽ. ശരിക്കും പറഞ്ഞാൽ ഈ ഹാഷ് ഇൻക്ലൂഡ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ഇത് ശരിക്കും കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമല്ല. ഇത് ശരിക്കും നമ്മൾ കമ്പ്യൂട്ടർ കമ്പൈൽ ചെയ്ത മെയിൻ പ്രോഗ്രാം, മെയിൻ ഇന്റിജർ മെയിൻ എന്ന് പറയുന്ന ആ ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് അതിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റും ചെയ്യുന്നതിന് മുൻപ് ആ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് ഇപ്പൊ സി ഔട്ട് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് വരുന്നത് കമ്പൈലറിന് മനസ്സിലാവണമെങ്കിൽ ആ സി ഔട്ട് എന്താണെന്ന് ആദ്യം ഈ കമ്പൈലറിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് ഒരു ഹെഡർ ഫയൽ ആദ്യം ലോഡ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ആ ഹെഡർ ഫയല് ഈ സോഴ്സ് ഫയലിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ അതിന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് ആക്ച്വലി ഈ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന ആ ഒരു കീവേഡ്. ഓക്കെ, അപ്പം ഹാഷ് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഇൻക്ലൂഡ് iostream.h അല്ലെങ്കിൽ iostream എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയല് നമ്മുടെ സോഴ്സ് ഫയലിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുകയും ആൻഡ് ബൈ വിച്ച് ദ കമ്പൈലർ വിൽ കം ടു നോ certain features regarding the input output flow. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഡേറ്റ സ്വീകരിക്കുന്നത്, അതായത് കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഗ്രാമിന് ആവശ്യമായ ഒരു ഡേറ്റ സ്വീകരിക്കുക എന്ന് പറയുന്നതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാമിന് ശേഷം നമ്മൾ അതിന്റെ റിസൾട്ടോ അതിന്റെ അനുബന്ധ കാര്യങ്ങളോ സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഡിവൈസസിലേക്ക് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാനുള്ളതാണ് ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇൻപുട്ട് ചെയ്യാൻ ഇതുപോലെ സി ഔട്ട് നമുക്ക് മനസ്സിലായത് സ്ക്രീനിലേക്ക് മോണിറ്ററിലേക്ക് കാണിക്കാനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ, അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിന്റെ ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ ആവശ്യമായിട്ട് നമ്മളൊരു കൊടുക്കുന്ന വേരിയബിളിനെ സ്വീകരിക്കാനും ഇതുപോലെ തന്നെ മറ്റൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അത് ഞാൻ പിന്നീട് പരിചയപ്പെടുത്തി തരാം. അത് സി ഇൻ ആണ്. അപ്പൊ എന്താണെങ്കിലും സി ഔട്ട് ഉപയോഗിക്കണമെങ്കിലും ഈ ഇൻസർഷൻ ഓപ്പറേറ്റർ സി ഔട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു എലമെന്റ് ആണ് അല്ലെ. അപ്പൊ ഈ സി ഔട്ട് ചെയ്ത് ഈ ഇൻസർഷൻ ഓപ്പറേറ്ററോട് കൂടി മാത്രമേ നമുക്ക് റൈറ്റ് സൈഡിൽ ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ റൈറ്റ് സൈഡിൽ കാണുന്ന കണ്ടന്റ് എന്നാണോ അത് ഇൻസേർട്ട് ചെയ്ത് അത് സി ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് സ്വീകരിച്ച് ഇറ്റ് വിൽ ഷോ ഓൺ ദ സ്ക്രീൻ. അപ്പൊ ഈ സി ഔട്ടും ഈ ഇൻസർഷൻ ഓപ്പറേറ്ററും ഈ കമ്പൈലറിന് മനസ്സിലാകണമെങ്കിൽ ഈ iostream.h അല്ലെങ്കിൽ iostream എന്ന് പറയപ്പെടുന്ന ഒരു ഹെഡർ ഫയല് ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതിനുവേണ്ടി ഇൻക്ലൂഡ് ചെയ്യാൻ അപ്പൊ അങ്ങനെ ഒരു ഹെഡർ ഫയല് ആക്ച്വലി ലോഡ് ചെയ്ത് കഴിയുമ്പോൾ കമ്പൈലറിന് മനസ്സിലാകും ഈ സി ഔട്ടും ഈ ഇൻസർഷൻ ഓപ്പറേറ്ററും എന്താണെന്ന്. അതിനനുസരിച്ച് അത് പ്രോഗ്രാം ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം ഇതിനെയാണ് ഈ ഒരു സെറ്റ് സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയുക. അതായത് പ്രോസസ്സിംഗ് തുടങ്ങുന്നതിന് മുമ്പേ കമ്പൈലറിന് ആവശ്യമായ ഡയറക്ഷൻ, അതായത് ഇങ്ങനെ ഒരു സ്ട്രീം ഒരു ഹെഡർ ഫയലും കൂടെ ലോഡ് ചെയ്യണം അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ആവശ്യമായ കമ്പൈലറിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന കീവേഡാണ് ഈ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത്. ഇതുപോലെ ഹാഷ് ഇൻക്ലൂഡ് മാത്രമല്ല, ഹാഷിനോട് ചേർന്ന് ഹാഷ് ഡിഫൈനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഹാഷ് എന്ന് പറയുന്ന സിമ്പിൾ ആക്ച്വലി പ്രീ പ്രോസസർ ഡയറക്റ്റീവിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പിടി കിട്ടിയോ? അപ്പൊ ഈ ഒരു ഇത് നമുക്കിപ്പോ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഈ ഹാഷ് ഇൻക്ലൂഡ് iostream എന്ന് പറയുന്ന ഒരു ഇതില്ലായിരുന്നുവെങ്കിൽ ഈ സി ഔട്ട് നമ്മൾ റൺ ചെയ്ത ശേഷം ഇത് എറർ കാണിക്കും. കാരണം അതിന് സി ഔട്ടും ഇൻസർഷൻ ഓപ്പറേറ്ററും അറിയില്ല അല്ലെ, അറിയില്ല എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണിക്കും. അപ്പൊ അതിന് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഹെഡർ ഫയൽ ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. കാരണം ഈ സി ഔട്ടും ഇൻസർഷൻ ഓപ്പറേറ്ററും കമ്പൈലറിന് മനസ്സിലാവുകയും അതിനനുസരിച്ച് അത് വർക്ക് ചെയ്യുകയും ചെയ്യത്തുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണെന്നും സി ഔട്ടും C++ഉം ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒബ്ജക്ട്സ് ആണെന്നും ഒക്കെ നമുക്ക് മനസ്സിലായില്ലേ? സോ നൗ വി ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ്. ഓക്കെ, സോ this slide is a part of your textbook, which is Balaguru Swamiയുടെ C++ textbookന്റെ ഒരു കോപ്പി ഇവിടെ കൊടുത്തിരിക്കുന്നതെന്നേ ഉള്ളൂ, just to explain more. So this, whatever you put in double quotes, it's called as string. Okay, and what happens is this a statement will cause the string in the quotation mark to be displayed on the screen. Okay, and this statement introduces two new features. One is cout and the other one is insertion operator. The identifier cout, pronounced as cout, is a predefined object that represents the standard output stream in C++. cout എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സ്ട്രീമിനെ പരിചയപ്പെടുത്താനുള്ള C++ന്റെ ഒരു ഐഡന്റിഫയർ ആണ്.
And here the standard output stream represents the screen. Here screen ആണ് output stream എന്ന് പറയുന്നത്. Okay, and it is also possible to redirect the output to other output devices. നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യം. Now the operator, this operator is called as insertion, or it is also called as put to operator. It inserts or sends the contents of the variable on its right to the object on its left. ലെഫ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ, ഈ ഒരു കണ്ടന്റിനെ ഈ സി ഔട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ. സി ഔട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് സംഭവിക്കുന്നത് ഇറ്റ് വിൽ ബി വാട്ട് എവർ ദർ ഇസ് ഈ C++ ഇസ് ബെറ്റർ ദാൻ സി എന്ന് പറയുന്ന കണ്ടന്റ് അത് എങ്ങോട്ട് എഴുതപ്പെടും? നമ്മുടെ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഓക്കെ ഓക്കെ. Next, this is the diagrammatic representation. Here is a C++ variable. It can be anything. It can be number, it can be string or anything. And this is inserted through the insertion operator to the cout object, which will display whatever is there on the screen. Okay, fine. Now we had discussed about preprocessor directives too. They are the directives which give instructions to the compiler to pre-process the information before actual compilation starts. Compilation തുടങ്ങുന്നതിന് മുൻപ് ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കമ്പൈലറിന് കൊടുക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഈ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എപ്പോഴും ഒരു ഹാഷ് സിമ്പിളോട് കൂടിയേ തുടങ്ങുള്ളൂ. ഹാഷ് സിമ്പിൾ കാണുമ്പോൾ നമുക്ക് അത് അറിയാൻ പറ്റണം അത് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണെന്ന്. പക്ഷേ ഈ ഹാഷ് സിമ്പിളോട് കൂടി എപ്പോഴും ഇൻക്ലൂഡ് മാത്രമല്ല വരുന്നത്, വേറെ പല കീവേഡ്സും വരാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായി ഈ പ്രീ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ലാസ്റ്റ് നമ്മൾ സെമി കോളൻ ഇട്ടിട്ടില്ല. അപ്പൊ നമ്മൾ മുമ്പേ പഠിച്ചിരുന്നു, ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു, ഒരു C++ സ്റ്റേറ്റ്മെന്റിന്റെ എൻഡ് എപ്പോഴും ഒരു സെമി കോളനിൽ എൻഡ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ ഒരു അത് പറഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആകുമ്പോഴാണ് നമ്മളെപ്പോഴും എൻഡിൽ അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല, ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത് മാത്രമാണ്, അതൊരു C++ സ്റ്റേറ്റ്മെന്റ് അല്ല. അതുകൊണ്ട് തന്നെ it never ends with a semicolon. Okay. Now hash include directive is used to include a header file into the source file, and this will a hash include iostream.h contains the prototypes for the standard input and output functions. അപ്പോൾ നമുക്ക് cout ഉപയോഗിക്കണമെങ്കിൽ, cin ഉപയോഗിക്കണമെങ്കിൽ, insertion operation operator ഉപയോഗിക്കണമെങ്കിൽ, extraction അത് നിങ്ങൾ പഠിച്ചിട്ടില്ല, ഞാൻ പിന്നീട് പറയും. ഈ സിംബൽസും ഈ ഒരു ഒബ്ജക്ട്സും ഒക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹാഷ് ഇൻക്ലൂഡ് iostream.h എന്ന് പറയുന്ന ഫയല് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെഡർ ഫയല് ഇൻക്ലൂഡ് ചെയ്യപ്പെടണം കേട്ടോ. അപ്പൊ ചില കമ്പൈലേഴ്സിന് അത് iostream.h എന്ന് വരും, ചില കമ്പൈലേഴ്സിന് iostream എന്ന് കൊടുത്താൽ മതി. അത് വ്യത്യാസം എന്ന് പറയുന്നത് ചില ഓരോ കമ്പൈലേഴ്സിന്റെ വ്യത്യാസം അനുസരിച്ച് ഇരിക്കും. ഇനി ഇത് മറ്റൊരു എക്സാമ്പിളാണ്, കൂടുതലും നമ്മൾ ഉപയോഗിച്ച് കാണുന്ന മറ്റൊരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ്. പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ് ഹാഷിൽ സ്റ്റാർട്ട് ചെയ്യുന്ന, പിന്നെ ഡിഫൈൻ. അപ്പം ദിസ് ഇസ് ഓൾസോ a commonly used preprocessor directive which creates symbolic constants. സിമ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ പൈ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് നമുക്ക് പ്രോഗ്രാമിൽ ഉപയോഗിക്കണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ പൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഡിഫൈൻ ചെയ്താൽ പൈനെ ഒരിടത്ത് ഇടയ്ക്ക് വരേണ്ട, പൈയുടെ വാല്യൂ ഒരിക്കലും മാറ്റപ്പെടുകയോ ഇല്ല. ഓക്കെ, സോ ദിസ് ഇസ് ഹാഷ് ഡിഫൈൻ പൈ, സ്പേസ് കൊടുത്തിട്ട് ആ പൈയുടെ വാല്യൂ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ ആയിട്ട് ഇത് സ്വീകരിക്കപ്പെടുകയും ചെയ്യും കേട്ടോ. അത് കമ്പൈലറിനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്, ഇങ്ങനെ എടുക്കണം എന്നാണ്. സോ നൗ ദിസ് ഇസ് നമ്മുടെ മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഞാൻ പ്രോഗ്രാമിന്റെ ഒന്നുകൂടെ പ്രോഗ്രാം അവിടെ കാണിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ പ്രോഗ്രാം കംപ്ലീറ്റ്ലി. ഇപ്പം ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സോ ഹാഷ് ഇൻക്ലൂഡ് മീൻസ് IO ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ആവശ്യമായിട്ടുള്ള ഒബ്ജക്ട്സും കാര്യങ്ങളും ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കമ്പൈലറിന് പോവുകയും അതിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കമ്പൈലറിന് കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പം ഇനി ഇന്റിജർ നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് നമ്മൾ കടക്കും. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കാണുന്നത് cout C++ better than C. അപ്പൊ ഇതൊന്നുമില്ല, C++ is better than C എന്ന് പറയുന്നത് നമ്മുടെ മോണിറ്ററിൽ കാണിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു എപ്പോഴും ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് റിട്ടേൺ 0 വെച്ച് എൻഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ റിട്ടേൺ 0 എൻഡ് ഓഫ് ദ പ്രോഗ്രാം. സോ ഫൈനലി ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, C++ is better than C എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കമ്പ്യൂട്ടർ മോണിറ്ററിൽ എഴുതി കാണിക്കും. ഓക്കെ,
So thank you very much. So we'll come മറ്റു കാര്യങ്ങളുമായിട്ട് in the next slide we'll see. Okay, thank you very much. And if you have any queries or if I have any concerns regarding the sessions, please put your comments on the comment box so that we can understand, I can understand what is your problem and the കൂടുതൽ detail that explain ചെയ്യേണ്ട എന്നുള്ളത് മനസ്സിലാവും. Okay, thank you very much.